പെൺമക്കൾക്ക് സർക്കാർ ജോലി കിട്ടാൻ അനധികൃതമായി ഇടപെട്ടെന്ന ആരോപണത്തിൽ കർണാടക PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്തു. ശിവശങ്കരപ്പ എസ് സാഹുകാരനെതിരെയാണ് നടപടി. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടാൻ ഗവർണർ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു. അതിര ജെയിൻ ചേരുന്നു. അതിര, കർണാടക PSC ചെയർമാനാണ് ഇത്തരത്തിൽ അനധികൃതമായ ഒരു ഇടപെടൽ നടത്തിയെന്നുള്ള കണ്ടെത്തൽ. ഇതിലിപ്പോൾ അന്വേഷണം ഏത് രീതിക്ക് വേണമെന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം. രോഷ്നി, ശ്രുതി, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് കർണാടകയിൽ PSC ചെയർമാനെതിരെ ഉയർന്നിരിക്കുന്നത്. സ്വന്തം മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടി സംവരണ ആനുകൂല്യം, വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സംവരണ ആനുകൂല്യം നേടി ജോലി ലഭിക്കാൻ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം. വളരെ ഗുരുതരമായ ആരോപണമാണ്. PSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സാഹുകരനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പെൺമക്കൾക്ക് സർക്കാർ ജോലി കിട്ടാൻ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം. അദ്ദേഹത്തിന്റെ ഒരു മകൾ സുമാ സാഹുകാർ 40,000 രൂപ മാത്രമാണ് വരുമാനം എന്ന് കാണിച്ചൊരു വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതായി തെളിയുകയും അതിനെ തുടർന്ന് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള നിയമനത്തിലാണ് ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിരുന്നത്. ഇത്തരത്തിൽ സുമ ഹാജരാക്കിയത് വ്യാജ വരുമാന സർട്ടിഫിക്കറ്റ് ആണെന്ന് തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കുകയും അന്വേഷണം തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് PSC യോഗം ചെയർമാനെ മാറ്റി നിർത്താൻ അംഗങ്ങൾ പ്രമേയം പാസാക്കുകയും ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു. ക്രമക്കേട് അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും കത്ത് നൽകിയിരുന്നു. തുടർന്ന് വളരെ ഗുരുതരമായ കുറ്റമാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും PSC ചെയർമാനെ സസ്പെൻഡ് ചെയ്യുകയുമായിരുന്നു. 2019 മുതൽ PSC അംഗമാണ് ശിവശങ്കരപ്പ എസ് സാഹുകാർ. 2023 ചെയർമാനായത്. സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി അച്ഛൻ PSC ചെയർമാനാണ് എന്നത് മറച്ചുവെച്ചുകൊണ്ട് വളരെ വ്യാജമായ ഒരു വരുമാനം, 40,000 രൂപ മാത്രമാണ് വരുമാനം, ആസ്തി എന്ന് കാണിച്ചുകൊണ്ടുള്ള രേഖകൾ സമർപ്പിക്കുകയും അത്തരത്തിൽ ആനുകൂല്യം നേടി ജോലി നേടുകയുമാണ് ചെയ്തത്. 2 പെൺമക്കളുടെ നിയമനത്തിൽ ഇത്തരത്തിൽ ആരോപണം ഉയരുകയും സർക്കാർ ജോലിക്കായി ഇടപെട്ടുവെന്ന് തെളിയുകയും ചെയ്തിരിക്കുകയും തുടർന്നാണ് അദ്ദേഹത്തെ PSC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്താൻ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിടാൻ രാഷ്ട്രപതിയോട് ഗവർണർ തവർലഞ്ചൻ ഗെഹ്ലോട്ട് ശുപാർശ ചെയ്തിരിക്കുകയും ചെയ്തിട്ടുണ്ട്.